തൂക്കി മുഖ്യമന്ത്രി ഓണം തൂക്കി. ഇത്തവണത്തെ ഓണം പ്രിയപ്പെട്ട വി.ഡി. സതീശൻ കൊണ്ടുപോയി എന്നാണ് എൻ്റെ അഭിപ്രായം. കറക്റ്റ് പഞ്ച് ക്യാപ്ഷനാണ് ഷിയാലിപ്പോൾ പറഞ്ഞത് അല്ലേ? ഈ ഓണത്തിന് അതല്ലാത്ത മറ്റൊരു വ്യാഖ്യാനം കൊടുക്കാനില്ല എന്നുള്ളതാണ്. കാരണം ഒരു ഭാഗത്തും സാധാരണക്കാർ ഈ ഗവൺമെന്റിനെ പറ്റി ഒരു വിമർശനം നടത്തിയില്ല. പ്രതിപക്ഷം അനാവശ്യമായി ഇല്ലാത്ത വിഷയങ്ങളെ പറ്റി അത് അവർ നേരത്തെ തയ്യാറാക്കി വെച്ച ഓണത്തിന് അടിക്കണം എന്ന് വിചാരിച്ച് തയ്യാറാക്കി വെച്ച സംഭവങ്ങൾ അനവസരത്തിലെടുത്ത് പുറത്തിടേണ്ടി വന്നു എന്നുള്ളതാണ്. എല്ലാം ജനം തള്ളി. അതിലേറ്റവും വലുതാണ് ഇപ്പം ഓണം പ്രമാണിച്ച് ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ നേരത്തെ നൽകി. അത് സർക്കാർ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പെരുന്നാൾ സമയത്ത് പെൻഷൻ വൈകിപ്പിക്കാൻ ഈ സഹകരണ ബാങ്കിലെ ഇടതുപക്ഷ അനുഭാവികൾ ശ്രമിച്ചിരുന്നു. നല്ല ഷോക്കാണല്ലോ കൊടുത്തത്. ഇതോടുകൂടി നിർത്തിക്കോ എന്നുള്ളതാണല്ലോ. ബാങ്ക് ത്രൂ പെൻഷൻ എത്തും എന്ന് പറഞ്ഞപ്പം നേരത്തെ പെൻഷൻ കൊടുത്തിട്ടും പെരുന്നാളിന് സമയത്തിന് എത്തിച്ചു കൊടുത്തില്ല. ഭരണം അധികാരത്തിൽ വന്ന് ഒരാഴ്ചയായിട്ടില്ല അപ്പോഴേക്കും പെരുന്നാൾ വന്നത്. അപ്പോൾ സഹകരണ ബാങ്കുകൾ അത് മനഃപൂർവ്വം വൈകിക്കുകയും പെൻഷൻ കിട്ടിയില്ല എന്നുള്ള പ്രചാരണം അത് ഇത്തവണ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ആ ഷോക്ക് കൊടുത്തപ്പോൾ ഓണത്തിന് വളരെ നേരത്തെ ഫണ്ട് അനുവദിക്കുകയും ചെയ്തു. ബഹുരസമായൊരു കാര്യമുണ്ട്. കഴിഞ്ഞ തവണ വില്ലേജ് ഓഫീസുകളിലേക്ക് CPM-ന്റെ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. എല്ലാ വില്ലേജ് ഓഫീസിലും പെൻഷൻ അട്ടിമറിക്കുന്നെന്ന് ആരോപിച്ചു. ആ അട്ടിമറിക്കുന്ന വി.ഡി. സതീശനെതിരെ വളരെ മോശമായ രീതിയിലാണ് മിക്ക നേതാക്കന്മാരും, അത് ലോക്കൽ ഏരിയ കമ്മിറ്റി നേതാക്കന്മാരാണ് ആ ധർണ മിക്കതും പ്രതിഷേധ പരിപാടി മിക്കതും ഉദ്ഘാടനിച്ചത്. അതിൽ മിക്ക ആളുകളും അവർ ലോക്കൽ ബോഡി ജനപ്രതിനിധികളാണ്. അവരെല്ലാവരും അവര് വീട്ടിലെത്തുമ്പോഴത്തേക്ക് അവർക്ക് 2000 രൂപ ഉത്സവ ഭത്താണ് ചരിത്രത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്ന ഏറ്റവും അധികം സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ്. കാരണം എന്നാൽ ഞാൻ 2005-2010 കാലഘട്ടത്തിൽ ഒരു ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്നു. അന്ന് 1200 രൂപ, എൻ്റെ ഓർമ്മ ശരിയാണ്, 1200 രൂപയാണ് ഓണർ കഴിയും. ഒരു സിറ്റിംഗ് ഫീസ് 50 രൂപ, മാക്സിമം 3 സിറ്റിംഗ് ഫീസാണ്. ഏകദേശം 1350-400 രൂപയാണ് ഒരു മാസ വരുമാനം. വലിയ പ്രയാസം. ഉത്സവ സീസണിലൊക്കെ നമ്മളെപ്പോലുള്ള പഞ്ചായത്ത് മെമ്പർമാർ വളരെ പ്രയാസപ്പെട്ട് മുന്നോട്ട് വന്നാൽ അവർക്ക് 2000 രൂപ ഉത്സവ ഭത്ത നൽകി. ഇത് എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഗ്രാമപഞ്ചായത്ത്. 1995-ലാണ് ഈ ഗ്രാമസഭ അല്ലെങ്കിൽ ഈ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വരുന്നത്. എത്ര വർഷമായി? 31 വർഷം കഴിഞ്ഞു അല്ലേ? 31 വർഷത്തിന് ശേഷമാണ് ഒരു ഗവൺമെന്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾക്ക് അവരുടെ പ്രയാസം മനസ്സിലാക്കിയിട്ട് ഉത്സവ ഭത്ത എന്നുള്ള നിലയ്ക്ക്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഒരു അനുഭവം ഉണ്ടായി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഈ ലോക്കൽ ബോഡി മെമ്പർ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ മുഖ്യമന്ത്രിയെ വളരെ മോശമായി ചിത്രീകരിച്ച് പ്രസംഗിച്ചു. അദ്ദേഹം വീട്ടിലെത്തിയപ്പോഴാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വരുന്നത്. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾക്ക് 2000 രൂപ ഉത്സവ ഭത്ത നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞത്, നിങ്ങൾ വെറുതെ ഇപ്പൊ വി.ഡി. സതീശനെതിരെ പറഞ്ഞില്ലേ എന്ന്. വൈകിട്ട് അതേ ലോക്കൽ കമ്മിറ്റി അംഗം ഇദ്ദേഹത്തെ വിളിച്ചു പറയാം, നിങ്ങളൊക്കെ രക്ഷപ്പെട്ടല്ലോ, സമരം നടത്തി, 2000 രൂപ നിങ്ങൾക്ക് കിട്ടിയില്ലേ, ഞങ്ങളെ കാര്യം കഷ്ടമാണെന്ന്. പിന്നെ അടുത്ത ദിവസം കൊണ്ട് വരുന്നത് ബാങ്ക് ഡയറക്ടർമാർ, സർവീസ് സഹകരണ ബാങ്കിന്റെ ഡയറക്ടർമാർക്ക് 1000 രൂപ ഉത്സവ ഭത്ത നൽകാൻ തീരുമാനിച്ചു. ഇവരാണ് ഈ സമരം ചെയ്തത്. കേരളത്തിൽ 60% വരുന്ന CPM-ന്റെ സർവീസ് സഹകരണ ബാങ്കിന്റെ ഡയറക്ടർമാർക്കും പ്രസിഡന്റുമാർക്കും 1000 രൂപ ഉത്സവ ഭത്ത. അതും ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അങ്ങനെ ഒരു ഉത്സവ ഭത്ത മുമ്പൊന്നും ആർക്കും കിട്ടിയിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഈ മുഖ്യമന്ത്രി ഓണം തൂക്കി എന്നുള്ളത്. അതെ. പിന്നെ അവിശ്വസനീയമായ 2 വാർത്തകൾ. ഒന്ന്, ഏതാണ്ട് 400 ചില്ലുവാനും കോടി, ഏതാണ്ട് 500 കോടി രൂപയുടെ കുടിശ്ശിക കരാറുകാർക്ക് കൊടുക്കേണ്ടിയിരുന്ന സപ്ലൈകോ. ആ സപ്ലൈകോ ഞാൻ കണക്ക് പരിശോധിച്ചപ്പോൾ ഉത്രാടപ്പാച്ചിൽ തുടങ്ങുന്നതിന് മുമ്പ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ 421 കോടിയോ മറ്റോ ലാഭമുണ്ടാക്കി എന്നുള്ളതാണ്. അതിന്റെ ഒരു വ്യാജ പ്രചരണം നടത്തുന്നു. 5 ദിവസത്തെ മുമ്പ് ഉള്ള കണക്ക് പ്രകാരം 5 ദിവസത്തെ മുമ്പുള്ള കണക്ക് പ്രകാരം 360 കോടിയായിരുന്നു. അപ്പൊ ബാലഗോപാൽ, മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു, ഇത് ഇന്ന് മാത്രമല്ല കഴിഞ്ഞ കാലങ്ങളിലും 360 കോടി. അത് ഫൈനൽ കണക്കെടുപ്പാണ്. ഈ ഫൈനൽ കണക്കെടുപ്പ് ഈ സർക്കാരിന് 500 കോടി കവിഞ്ഞിരിക്കും. സ്വാഭാവികമായിട്ടും ഓണ സീസണില് ബീവറേജിന്റെ ലാഭമാണ് പുറത്തു വിട്ടിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇന്ന് അതല്ല, സാധാരണ ജനങ്ങൾക്ക് ഭക്ഷ്യധാന്യ കിറ്റ് കൊടുത്ത വകയിലും സബ്സിഡി സാധനങ്ങൾ കൊടുത്ത വകയിലും ഈ ഗവൺമെന്റ് കിട്ടിയ ഒരു സംഖ്യയാണ് 500 ചില്ലം കോടി രൂപ. എന്നിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി CPM ഹാൻഡിലുകൾ ചെയ്യുന്ന എന്താ അറിയാം? കഴിഞ്ഞ വർഷത്തെ ഓണത്തിന് വന്ന വീഡിയോകൾ എടുത്ത് അത് ഈ വർഷത്തേതാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രചരിപ്പിക്കാം. ഞാൻ പറഞ്ഞു, വിസ്മയകരമായ മറ്റൊരു വാർത്ത വന്നത് എവിടുന്നാ? KSRTC-യിൽ നിന്നാണ്.
എന്താണ് പ്രിയദർശിനി സൗജന്യ യാത്ര പ്രഖ്യാപിച്ച സമയത്ത് പറഞ്ഞു കഴിഞ്ഞു, KSRTC തീർന്നു എന്ന് പറഞ്ഞ സ്ഥാനത്ത് നിന്ന് ശബരിമല സീസണിൽ KSRTCയുടെ വരുമാനം ഇത്ര എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. കാരണം അത്രമാത്രം പിൽഗ്രിംസ് വരുന്നൊരു കാലമാണത്. പക്ഷെ ഓണക്കാലത്ത് KSRTCയുടെ വരുമാനത്തിന്റെ കണക്ക് പറഞ്ഞൊരു ചരിത്രം എൻ്റെ ഓർമ്മയിലില്ല. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ നിന്ന് മാത്രം പുറപ്പെട്ട വാഹനങ്ങൾ എല്ലാ ചെലവുകളും കഴിച്ച് ഒരു ദിവസം 34 ലക്ഷം രൂപ വരുമാനമുണ്ടാക്കി എന്നുള്ള രീതിയിലാണ്. ഒരിക്കലും നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു റിസൾട്ട് വരുമെന്ന് പ്രതീക്ഷിക്കാത്ത രണ്ട് സംഭവങ്ങളാണ്. നഷ്ടത്തിലാവുന്ന എല്ലാവരും പറഞ്ഞു മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതെ, അല്ല അത് ഞാനീ പറയുന്നത് ഇപ്പോൾ നിരവധിയായ ക്ഷേമ പദ്ധതികൾ ഏത് മേഖലയിൽ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്നവരുടെ താഴെത്തട്ടിൽ ജീവിക്കുന്ന തൊഴിലെടുക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്കെല്ലാവരെയും സൂക്ഷ്മമായി ഗവൺമെന്റ് ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. പാചക തൊഴിലാളികൾ തൊട്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾ തൊട്ട് ഹരിതകർമ്മസേന ഇങ്ങനെ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ ചുരുങ്ങിയ വരുമാനത്തിൽ ജോലിയെടുത്ത് ജീവിക്കുന്ന ആളുകളെ എല്ലാം ഈ ഗവൺമെന്റ് ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. പ്രവാസിയുടെ കാര്യം അതാണ് നമ്മൾ ശ്രദ്ധിക്കുക. ഇതൊക്കെ കൊടുക്കുന്ന സമയത്ത് പ്രവാസിയുടെ പെൻഷൻ വൈകി എന്ന കാരണത്താൽ പ്രവാസി സംഘടന, ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രവാസി സംഘടന വ്യാപകമായുള്ള കളവ് പ്രചരിപ്പിച്ചു. പരിശോധിച്ചു നോക്കുമ്പോൾ 32 കോടി രൂപയാണ് ഈ ഗവൺമെന്റ് അനുവദിച്ചത് കുടിശ്ശികയിലേക്കാട്ടോ. അതെ. അപ്പൊ കഴിഞ്ഞ കാലങ്ങളിൽ മരുഭൂമിയിൽ പോയി അധ്വാനിച്ച് വെയിൽ കൊണ്ട് അധ്വാനിച്ച ഈ പ്രവാസികള് അടച്ച പണം ഈ പിണറായി ഗവൺമെന്റ്, അന്നത്തെ പിണറായി ഗവൺമെന്റ് വകമായി ചെലവഴിച്ചു. അപ്പൊ ഇത് കേൾക്കുന്ന പ്രവാസികൾ മനസ്സിലാക്കേണ്ട കാര്യം, VD സതീശൻ ഗവൺമെന്റിന്റെ അപാകതയല്ല, മൈനസ് അല്ല പ്രവാസി പെൻഷൻ ഇതുവരെ നിങ്ങൾക്ക് കിട്ടാതെ പോയത്. നിങ്ങൾ അടച്ച തുക, പ്രവാസികൾ അടച്ച തുക ഈ ഇടതുപക്ഷ ഗവൺമെന്റ്, സഖാവ് പിണറായി വിജയന്റെ ഗവൺമെന്റ് അത് വക മാറ്റി ചെലവഴിച്ചതുമായ അവസ്ഥയാണല്ലോ കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ കേസിലുള്ളത്. ഈ പ്രവാസികള് ഇത്തരത്തിലുള്ള ആരോപണം നടത്തുന്ന പ്രവാസിയുടെ നേതാക്കന്മാർക്ക് ചോദിക്കണം, ഈ കുടിശ്ശിക വരുത്താൻ വേണ്ടി 32 കോടി രൂപ VD സതീശൻ നൽകി, ഈ കുടിശ്ശിക ആര് വരുത്തി വെച്ചു? 100 ദിവസം കൊണ്ട് സർക്കാർക്ക് ഒരു കുടിശ്ശിക വരുത്തി തീർക്കാൻ പറ്റുമോ? അപ്പൊ പ്രവാസികൾക്ക് മനസ്സിലാക്കേണ്ട വിഷയം ഇത്. ഇത്തരത്തിലുള്ള നേതാക്കന്മാർ നിങ്ങൾ ചോദ്യം ചെയ്യണം. അല്ല, ആ ചോദ്യം ചെയ്യാൻ ആ പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് കഴിയുമെന്നറിയില്ല. ഇനിയിപ്പം വിശാല സംസ്ഥാന സമിതി ആദ്യമായിട്ടാണ്, ഞാനൊന്നും എൻ്റെ ഓർമ്മ ഒരു സംസ്ഥാന സമിതി കേട്ടിട്ടില്ല. സംസ്ഥാന കമ്മിറ്റി ഉണ്ട്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉണ്ട്, അങ്ങനെ ആഴ്ചക്ക് 7 ദിവസമാണെങ്കിൽ 14 യോഗമാണല്ലോ. പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം ആദ്യമായിട്ട്. അത് അവർ തിരുത്താതിരിക്കുകയോ ചെയ്യട്ടെ. പക്ഷേ ആമുഖത്തിൽ ഷിയാലി പറഞ്ഞതുപോലെ ഈ ഓണം VD സതീശൻ തൂക്കി. 1ഉം 2ഉം കാര്യങ്ങളല്ല, എല്ലാ മേഖലയിലും ആശ്വാസ കിരണം പദ്ധതി മുടങ്ങിക്കിടക്കുകയാണ്. അതിൽ അവിടെ കുടിശ്ശിക 600-ൽ നിന്ന് 1000 രൂപയെ വർദ്ധിപ്പിച്ചു. ആ തുക ബാങ്കിലെത്തിച്ചു. ഇപ്പോൾ ഏറ്റവും ഇവർക്ക് ഈ ഇടതുപക്ഷ സൈബർ വിങ്ങിന് തിരിച്ചടി കിട്ടിയത് ഡോക്ടർ ഇക്ബാലിന്റെ ഒരു പ്രസ്താവന ഉണ്ട് ഇന്നലെ. കഴിഞ്ഞ ദിവസം മനോരമ പത്രത്തിൽ പ്രമുഖരായിട്ടുള്ള കുറെ ആളുകൾ, അതിൽ ഡോക്ടർ ഇക്ബാൽ UDF ഗവൺമെന്റ് പ്രത്യേകിച്ച് VD സതീശൻ സർക്കാരിനെ അഭിനന്ദിച്ച് സംസാരിച്ചു. അത് മാത്രമല്ല മുകുന്ദൻ സാറ് വലിയ ട്രോള് മുകുന്ദന് വേണ്ടിയിട്ട് വരുന്നുണ്ട്. എവിടെയായിരുന്നു മുൻകട്ട എന്നുള്ള രീതിയിൽ ഈ തവണ വീണ്ടും 3ാം തവണയും പിണറായി സർക്കാർ വരും എന്ന് പറഞ്ഞ ആ നാവ് വായിലേക്ക് കിട്ടാൻ സമയം കിട്ടിയിട്ടില്ല മുകുന്ദന്. അദ്ദേഹം തിരിച്ചു പറഞ്ഞിരിക്കുന്നു, പ്രതിപക്ഷത്തെ ആക്ഷേപിച്ചുകൊണ്ട് ഇങ്ങനെ ഗവൺമെന്റിനെതിരായിട്ട് സംസാരിക്കരുത് എന്ന് അവരെ തിരുത്തുന്ന രീതിയിലേക്ക് മുകുന്ദൻ മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ടുള്ള ഒരു മാറ്റമല്ല. ജനജീവിതം എവിടെയൊക്കെയാണ് പ്രയാസത്തിലാവുന്നത് അവിടെയെല്ലാം സർക്കാരിൻ്റെ ഒരു താങ്ങും തണലും കൊടുക്കണം എന്നുള്ള നിലയിലുള്ള സമീപനം VD ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇന്നലെ ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് നഗരത്തിൽ ഒരുപാട് പോലീസുകാരുണ്ട് ഓണാഘോഷം. അപ്പോൾ പോലീസുകാരുടെ മുഖത്തൊക്കെ വലിയ സന്തോഷം. അപ്പൊ ഞാൻ ചോദിച്ചവരോട്, നിങ്ങൾക്ക് 1000 രൂപയാണ് അലവൻസ് ജീവനക്കാർക്ക്, അധ്യാപകർക്ക് പോലീസുകാർക്ക് കൊടുത്തു. ആ ഓണ ദിവസം ഡ്യൂട്ടി എടുക്കുന്ന പോലീസുകാർക്ക് പ്രത്യേക അലവൻസ് ആയിട്ട് ഈ ഗവൺമെന്റ് തീരുമാനിച്ചു. അത് മാത്രമല്ല, ഇതിനൊക്കെ കവച്ചു വെക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ്, ഒരു തീരുമാനമാണ്, ഒരു പ്രഖ്യാപനമാണ്, ഒരു നടപടിയാണ് പ്രിയപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല. ഇന്ത്യ മുഴുവൻ അത് ചർച്ച ചെയ്തു. നമ്മുടെ ജില്ലയിൽ മാത്രം 1222 കേസുകൾ രജിസ്റ്റർ ചെയ്തത്. 1282 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. അതോടൊപ്പം തന്നെ 10,000 കണക്കിന് കേസുകൾ നമ്മുടെ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തു. 10,000-ഓളം ആളുകൾ അറസ്റ്റ് ചെയ്തു. അത്തരം ഡാറ്റകൾക്കപ്പുറം ഷിയാലി ആ
പദ്ധതിയുടെ കേരളത്തോടുള്ള പ്രതിബദ്ധത എത്രമാത്രമുണ്ട്, അടുത്ത തലമുറയോട് ഈ സംസ്ഥാനത്ത് വളർന്നു വരുന്ന ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥ, കുടുംബത്തിനകത്ത് പോലും ഉണ്ടാകുന്ന വൻതോതിലുള്ള പ്രശ്നം, ഇതിനെയൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തിയ പദ്ധതി എന്ന് പറയുന്നത് ആർക്കായാലും അത് ഒരു കാലത്ത് ലാറ്റിൻ അമേരിക്ക രാജ്യങ്ങളും അതോടൊപ്പം തന്നെ കൊളംബിയ പോലുള്ള രാജ്യം നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ രാജ്യത്താണെങ്കിൽ പഞ്ചാബ് പോലുള്ള സംസ്ഥാനം വലിയ പ്രയാസം നേരിട്ടൊരു സംഭവം. അതെ, ഇന്ന് 10 വർഷം കൊണ്ട് ലഹരി ഇവിടെ വളരുന്നൊരവസ്ഥയുണ്ടായിരുന്നത്. അവസാനത്തെ പിണറായി ഗവൺമെന്റിന്റെ അവസാന കാലഘട്ടത്തിലാണ് അവസാനത്തെ 10 വർഷമാണ് ഏറ്റവും കൂടുതൽ ലഹരിയുടെ വ്യാപനവും ഉപയോഗവും ഈ കേരളത്തിലുണ്ടായത്. അല്ല, ഞാൻ ഇന്ന് കേട്ട ഒരു വീഡിയോയിൽ നമ്മുടെ ബി അശോക് ഉണ്ടല്ലോ, IAS ഉദ്യോഗസ്ഥൻ, അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ തവണ ഈ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഒരു ബസ്സിൽ കേരളത്തിൽ മുഴുവൻ യാത്ര ചെയ്ത ഒരു സംഭവം. ആ യാത്രയിലെ പ്രഭാത ഭക്ഷണം വിരുന്ന്, ആ വിരുന്നിൽ അണ്ടിപ്പരിപ്പ് പാലിൽ കുതിർത്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പണം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ കോറി മുതലാളിമാരോടും ഇതുപോലെ രാസലഹരി വിൽക്കുന്നവരോടും ഉൾപ്പെടെ പിരിവെടുത്ത് കൊടുക്കണമെന്ന് സർക്കുലർ ഇറക്കിയ ഗവൺമെന്റാണ് പിണറായി വിജയൻ ഗവൺമെന്റ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാണ്. നമ്മൾ കണ്ടല്ലോ ഈ ധവളപത്രത്തിൽ കഴിഞ്ഞ ഗവൺമെന്റിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് പോലും ഖണ്ഡിക്കാൻ പറ്റിയിട്ടില്ല. അത്രമാത്രം സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും ഇങ്ങനെ സൂക്ഷ്മമായി ഇടപെട്ടുകൊണ്ട് ജനങ്ങളുടെ എല്ലാ മേഖലയിലുമുള്ള ജനങ്ങളെ സഹായിക്കും. മറ്റൊന്ന്, വലിയ പ്രഖ്യാപനം വന്നു കഴിഞ്ഞു, ഇവരൊക്കെ ബഹിഷ്കരിച്ചു വിട്ടുനിന്നു. CPM പങ്കെടുത്തില്ല, BJP പങ്കെടുത്തില്ല, കേന്ദ്രമന്ത്രിയും പ്രതിപക്ഷ നേതാവും പങ്കെടുത്തില്ല. വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് ആദ്യമായി ചരക്ക് ഗതാഗതം കയറ്റി അയക്കുന്നതിനുള്ള സൗകര്യം നിസ്സാരമായ ഒരു കാര്യമാണോ? കാരണം കേരളത്തിന്റെ ചരിത്രം എന്താ നമ്മളൊക്കെ പഠിച്ചത്? കേരളത്തിൽ നിന്ന് ഇവിടെ നിന്ന് സ്പൈസസ്, അല്ലെ, ഏലം, കുരുമുളക്, ഇങ്ങനെ സമുദ്ര വ്യാപാരമാണ്. ആ സമുദ്ര വ്യാപാരത്തിന് നമുക്ക് എവിടെയോ തടസ്സം വന്നുപോയി, നിന്നുപോയി. അതിന് വലിയൊരു ഓപ്പണിംഗ് ഈ ഗവൺമെന്റ് കൊടുക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഒരു പ്രസ്താവന നടത്തിയത്, കേരളത്തിന്റെ വടയും ഇഡ്ലിയും അമേരിക്കയിലേക്ക് കൊണ്ടുപോകുന്നത് ട്രോളായി ഇറങ്ങി. പക്ഷെ അത് യാഥാർത്ഥ്യമാണ് എന്നുള്ളത് ആ കമ്പനി ആ പ്രൊഡക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളും മറ്റും സോഷ്യൽ മീഡിയ എടുത്തു കാണിച്ചപ്പോഴാണ് ഇവര് ഇതിനെപ്പറ്റി പഠിക്കുന്നത്. നമ്മളെ ഗോവിന്ദ സഖാവ് അപ്പം പോയ മാതിരി അല്ല, യാഥാർത്ഥ്യമാവും, മറ്റേത് യാഥാർത്ഥ്യമാവില്ല. അതോടൊപ്പം തന്നെ വയനാട്ടിലെ ജനങ്ങൾക്ക് ഒരു ഉപകാരപ്രദമായ മുണ്ടക്കൈ ചൂരൽമല വിഷയത്തിൽ അവർക്ക് 2 ലക്ഷം രൂപ അധിക സഹായമായിട്ട് ഈ ഗവൺമെന്റ്. അപ്പോൾ വിനോദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ മേഖലയും പറഞ്ഞാൽ ഒരു ദിവസമോ 2 ദിവസമോ നമ്മൾ ഇരുന്ന് ചർച്ച ചെയ്താൽ പോലും തീരാവുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ഈ പദ്ധതികളെല്ലാം 500 എത്ര പദ്ധതികൾ കൃത്യമായിട്ട് പറഞ്ഞാല് 43 വകുപ്പുകൾ 597 പദ്ധതികൾ 100 ദിവസം കൊണ്ട് ഇത് നടപ്പാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റുകളൊക്കെ 100 ദിന പദ്ധതികൾ ആവിഷ്കരിച്ച് ജനക്ഷേമ പദ്ധതികൾ, പണ്ട് ഡോക്ടർ മൻമോഹൻ സിംഗ് ഗവൺമെന്റാണ് 100 ദിന പദ്ധതികളിൽ തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടുത്തി. പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാർ ഇതുപോലെ 100 ദിനം കൊണ്ട് കർമ്മ പദ്ധതികൾ തയ്യാറാക്കി അത്രത്തോളം ക്ഷേമ പദ്ധതി നടത്തും. ഈ 2 ഭരണാധികാരികളെയും കവച്ചു വെക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തന ശൈലിയുമായിട്ടാണ് പ്രിയപ്പെട്ട VD സതീശൻ മുഖ്യമന്ത്രി മുന്നോട്ട് പോകുന്നത്. ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ ബജറ്റിൽ, അദ്ദേഹത്തിന്റെ ആദ്യത്തെ ബജറ്റിൽ അല്ലെങ്കിൽ ധവളപത്രം ഇറക്കിയ സമയത്ത് കോടിക്കണക്കിന് 2000 എത്ര കോടി കടമാണ്, അത്രയും കോടികൾ കടമായി ഉള്ള ഒരു സർക്കാരാണ്. ഇത്തവണ ഈ കടങ്ങളൊക്കെ വീട്ടുന്ന തരത്തിലും ആശ്വാസ പദ്ധതികൾ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അതെങ്ങനെ? അവിടെയാണ് അതിന്റെ ഹൈലൈറ്റ് നിൽക്കുന്നത്. 1 രൂപ പോലും പുതിയ നികുതി നിർദ്ദേശങ്ങൾ വരാതെ ഈ ഗവൺമെന്റ് ഈ കാര്യങ്ങൾ 100 ദിവസത്തിനകം ചെയ്തു തീർത്തു എന്ന് പറയുമ്പോൾ അത് ഒരു മാജിക് തന്നെയാണ്. അത് തീർച്ചയായിട്ടും സാമ്പത്തിക വിദഗ്ധർ കാര്യമായി ചർച്ച ചെയ്യേണ്ട മാനേജ്മെന്റാണ്. ധനകാര്യ വകുപ്പ് മുഖ്യമന്ത്രി എടുത്തപ്പോൾ പലരും പറഞ്ഞു അദ്ദേഹത്തിന് ഈ കൃത്യാന്തര ബാഹുല്യം കാരണം ചെയ്യാൻ പറ്റില്ല, കേരളം ഇങ്ങനെ പ്രയാസത്തിൽ പോകുമ്പോൾ ധനവകുപ്പിനെ ശ്രദ്ധിക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയില്ല എന്നൊക്കെ ഒരു ഭാഗത്ത് ആശങ്ക വന്നിട്ടുണ്ട്. പക്ഷെ അതിനെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഈ തരത്തിൽ 100 ദിവസത്തെ പ്രകടനം വളരെ ശ്രദ്ധേയമായ രീതിയിൽ അദ്ദേഹം ജോണി ലൂക്കോസുമായിട്ടുള്ള ഒരു ചർച്ചയിൽ പറഞ്ഞതിന് ട്രോളുന്നുണ്ട്. ജോണി ലൂക്കോസ് തന്നെ അത് ഒരു തമാശ പോലെ അല്ല, അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞു സന്തോഷിക്കുന്ന ജനങ്ങൾ തെരുവിലാണ്, അതുകൊണ്ടാണ് ബ്ലോക്ക് കൂടുതൽ എന്ന് പറഞ്ഞത്. അത് മാത്രമല്ല, ശരിയാ, മലയാളികളുടെ ദേശീയ ഉത്സവമാണ് ഓണം. 2 ദേശീയോത്സവം ഒരുമിച്ച് വന്നു. അതെ, മിലാദി ഷെറീഫും വന്നു, ഓണവും ഈ 100 ദിനവും പ്ലസ് 100 ദിനം. തയ്യാറാക്കി വെച്ച ബോംബുകൾ, പടക്കങ്ങളെല്ലാം സാമൂഹ്യ മാധ്യമങ്ങൾ വഴി വിതറാൻ തയ്യാറാക്കി വെച്ച ഇടതുപക്ഷ ഹാൻഡിലുകളെല്ലാം ഒരുങ്ങി നിന്ന കാര്യങ്ങളെല്ലാം. അതുമാത്രമല്ല, പ്രതിപക്ഷ നേതാവിന്റെ പത്രസമ്മേളനത്തിന് പോലും അത്ര വലിയ പ്രാധാന്യം ഇന്നത്തെ ചാനല്, മറ്റുള്ള പത്ര
ദൃശ്യമാധ്യമങ്ങളും കൊടുത്തിട്ടില്ല. അവർ പറഞ്ഞല്ലോ, ഞങ്ങളുടെ 1 മിനിറ്റ് പോലും കാണിച്ചില്ല. അവർ പറയുന്നതെല്ലാം അടിസ്ഥാനരഹിതമായുള്ള കാര്യമാണ്. അനുഭവിക്കുന്നവർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് എല്ലാ അങ്ങാടികളിലും ചില ബോർഡുകൾ പ്രതീക്ഷിച്ചിരുന്നു. 100 ദിനം, കരിദിനം എന്നൊക്കെ. ഒരു ബോർഡും ഇടതുപക്ഷ പ്രവർത്തകരോ CPM ഒന്നും സർക്കാരിനെതിരെ ഒരു ബോർഡും വെച്ചില്ല. കാരണം ഈ ബോർഡ് വെക്കാൻ പോകുന്ന പഞ്ചായത്ത് മെമ്പർക്ക് 2000, ബോർഡ് വെക്കാൻ പോകുന്ന ഡയറക്ടർമാർക്ക് 1000 രൂപ. അപ്പൊ ഇടതുപക്ഷ നേതാക്കന്മാരാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള റാക്കുകളെല്ലാം 2 മാസത്തേത് വാങ്ങാനുള്ള സൗകര്യം, ഒറ്റ മാസത്തേത് മാത്രമല്ല 2 മാസത്തേത് വാങ്ങാനുള്ള സൗകര്യം, ഇങ്ങനെ തുടങ്ങി ഓണക്കാലത്ത് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ നെൽകർഷകർക്ക് അവർക്ക് ഉണ്ടായിരുന്ന കുടിശ്ശിക, എല്ലാ കുടിശ്ശികകളും കൊടുത്തു തീർത്തു. ഞാൻ ഓരോന്നോരോന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വീഡിയോ വളരെ ദീർഘമായി പറയേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുക. എനിക്ക് പറയാനുള്ളത് ഗ്രാമപഞ്ചായത്തിലെ ഇടതുപക്ഷ മെമ്പർമാരോടും അതോടൊപ്പം തന്നെ സർവീസ് സഹകരണ ബാങ്കിന്റെ ഡയറക്ടർമാരോടും പ്രസിഡന്റുമാരോടാണ് പറയാനുള്ളത്. നിങ്ങളെപ്പോലും മറന്നിട്ടില്ല ഈ പൂക്കി മുഖ്യമന്ത്രി. ഇടതുപക്ഷ ജനപ്രതിനിധികൾക്ക് 2000 രൂപ ഉത്സവ ഭത്ത കൊടുത്തത് അടിവരയിട്ട് ഞങ്ങൾ ഇവിടെ പറയാണ്. അതോടൊപ്പം തന്നെ ബാങ്ക് പ്രസിഡന്റുമാർക്കും അതുപോലെ ഉൾപ്പെടെയുള്ള ഡയറക്ടർമാർക്ക് 1000 രൂപ ഉത്സവ ഭത്ത നൽകി. അപ്പൊ ഇടതുപക്ഷ അവർക്കൊന്നും പറയാൻ പറ്റാത്ത രീതിയിൽ, കാരണം വീട്ടിൽ ചെന്ന ഭാര്യ ചീത്ത പറയുന്ന അവസ്ഥയുണ്ട്. നിങ്ങൾക്കെല്ലാം ഈ സർക്കാർ തന്നിട്ട് പിന്നെ എന്തിനാണ് നിങ്ങൾ വെറുതെ കുറ്റം പറയുന്നത്? അതുകൊണ്ട് അതൊക്കെ അവസാനിപ്പിച്ച് ഈ സർക്കാരിനെ പിന്തുണച്ച് മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കുന്നത്. സർക്കാർ ശരി ചെയ്താൽ, നല്ലത് ചെയ്താൽ അതിനെ അംഗീകരിച്ചാൽ മതി. എതിർക്കാനുള്ളത് തെറ്റായ കാര്യങ്ങൾ വന്നിട്ടുണ്ട്, നിങ്ങൾ എതിർത്തോ, അതൊന്നും ഒരു പ്രശ്നമില്ല. ജനാധിപത്യത്തിൽ വിമർശനം അനിവാര്യമാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തിയോണ്ട് ഞങ്ങൾ ഈ വീഡിയോ. നമസ്കാരം.